ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു നൈറ്റ് വ്ളോഗാണ് എടുക്കുന്നത്. രാത്രിയിലത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും ഇതിൽ കാണിക്കുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒരു കിഴങ്ങ് ഇട്ടിട്ട് 2 വിസിൽ വേവിക്കുക. അതിന് ശേഷം ഫ്രൈങ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 വലിയുള്ളിയും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി വരുമല്ലോ. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഒന്ന് ജസ്റ്റ് ചതച്ചത് അതിലിടുന്നുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും. അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. അതിന് ശേഷം പിന്നെ അതിന് വേണ്ട പൊടികൾ ഇടുക. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. കാശ്മീരി ചില്ലി ഇടുക. പിന്നെ ചിക്കൻ മസാല ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടാവും. ആ വെള്ളം ആദ്യം അതിൽ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് കറക്റ്റ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ചിക്കനോടെയുള്ള ബാക്കിയുള്ള ചിക്കനും എല്ലാം വെള്ളവും അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ കുക്കറിലാണ് ഞാൻ നെയ്ച്ചോറ് വയ്ക്കാറ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളിയും ക്യാരറ്റും ഒന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 1 ഗ്ലാസ് അരി ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 1.5 ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ 3 ഗ്ലാസ് വെള്ളം. ഞാൻ ആകെ 1 കപ്പ് അരി എടുക്കുന്നുള്ളൂ. അപ്പോൾ 3 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അരി ഇടുന്നുണ്ട്. അരി ഇട്ടതിന് ശേഷം ഞാൻ നാരങ്ങ പിഴിയും വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ഒരു വിസിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചോറ് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, നല്ല വിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്ത് ഒന്നിടാം. പിന്നെ അതിന് മേലെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇടുക. അപ്പോൾ കുറച്ച് നന്നായിരിക്കും. ചിലർക്ക് മല്ലിച്ചപ്പിൻ്റെ ചുവയൊന്നും ഇഷ്ടമായിരിക്കില്ല. പിന്നെ അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.